വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത സഖാവ് മുരളി, വേണ്ടിയുടെ കുടുംബാംഗങ്ങളെ, സഖാവ് മുരളിയുമായി വളരെ വർഷത്തെ പരിചയവും പ്രവർത്തനത്തിനുള്ള ഐക്യവും കാത്തു സൂക്ഷിക്കുന്നവരാണ് ഞാൻ. ഇരിങ്ങാലക്കുട പോസ്റ്റൽ ഡിവിഷനിൽ ഞാൻ NFPയുടെ ഡിവിഷണൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് മഞ്ചേരിയിലെ പോസ്റ്റൽ ഡിവിഷനിൽ ഉള്ള വ്യക്തിൻ്റെ നേതൃത്വമൊക്കെ തന്നെ സഖാവ് മുരളി നടത്തിയിട്ടുള്ളത്. നമ്മുടെ പോസ്റ്റൽ മേഖലയിലുള്ള സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഡിവിഷണൽ ലെവലിലുള്ള പ്രവർത്തനം, അതുപോലെ സർക്കിൾ ലെവലിലുള്ള പ്രവർത്തനം, അഖിലേന്ത്യാ തലത്തിലുള്ള പ്രവർത്തനം, ഇത് മൂന്നിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മുടെ മുൻപത്തെ നേതാക്കളായിരുന്ന സഖാവ് പപ്പേട്ടൻ, അതുപോലെ സഖാവ് PV2 തുടങ്ങിയിട്ടുള്ള സഖാക്കൾ ഇത്തരത്തിൽ 3 തലങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. ഈ ഏത് തലത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിലും താഴേക്കിടയിലുള്ള ജീവനക്കാരുടെ നിരവധി പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടി വരാറുണ്ട്. അത് ഡിവിഷൻ തലത്തിൽ ഉള്ളതിനേക്കാൾ സർക്കിൾ തലത്തിലാകുമ്പോൾ കുറേ കൂടി കൂടുതലായിട്ടുണ്ടാകും. അതുപോലെ അഖിലേന്ത്യാ തലത്തിലുള്ള നേതൃത്വം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് വരുന്നത്. കാരണം നമ്മുടെ സംഘടനയുടെ നയപരിപാടികളെ സംബന്ധിച്ചിടത്തോളം ചർച്ച, അതുപോലെ അഖിലേന്ത്യാ പ്രക്ഷോഭങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ, ഇതൊക്കെ അഖിലേന്ത്യാ തലത്തിലുള്ള തലത്തിലാണ് തീരുമാനിക്കപ്പെടുന്നത്. സഖാവ് EAനൊക്കെ വർഷങ്ങളോളം അവിടെ ആദ്യ രംഗങ്ങളിൽ പ്രവർത്തിച്ചു പരിചയമുള്ള സഖാവാണ്. സഖാവ് മുരളിയും അഖിലേന്ത്യാ ലീഡർഷിപ്പിലേക്ക് വന്നപ്പോൾ അഖിലേന്ത്യാ തലത്തിലുള്ള പ്രവർത്തനങ്ങളും സർക്കിൾ തലത്തിലുള്ള പ്രവർത്തനങ്ങളും യാതൊരുവിധ പ്രയാസവും കൂടാതെ കൊണ്ട് നിർവഹിക്കപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പൊതുവിൽ എല്ലാ ഡിവിഷനിലുമുള്ള, കേരളത്തിലെ എല്ലാ ഡിവിഷനിലുമുള്ള ജീവനക്കാർ അവരുടെ ഓരോ പ്രത്യേക പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തിട്ടുള്ള അനുഭവം ജീവനക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ മുരളിയുടെ സ്നേഹമസൃണമായിട്ടുള്ള പെരുമാറ്റവും ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഫോളോ അപ്പും ഒക്കെ തന്നെ എന്നും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒന്നാണ്. മറ്റൊരു കാര്യം, ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളതായിട്ടുള്ള അഖിലേന്ത്യാ സമ്മേളനങ്ങൾ, ആ സമ്മേളനങ്ങൾ വിജയിപ്പിക്കുന്നതിനും ആ സമ്മേളനങ്ങളിൽ അഖിലേന്ത്യാ ഭാരവാഹികളെ പങ്കെടുപ്പിക്കുന്നതിനുമൊക്കെ തന്നെ അവർക്ക് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അവർക്ക് താമസ സൗകര്യം അറേഞ്ച് ചെയ്ത് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ നടന്ന അഖിലേന്ത്യാ സമ്മേളനങ്ങളിലൊക്കെ തന്നെ മുരളിയുടെ കൈപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് AIPRPയുടെ 3ാം അഖിലേന്ത്യാ സമ്മേളനമായാലും ഈയിടെ നടന്ന B4 യൂണിയൻ്റെ അഖിലേന്ത്യാ സമ്മേളനമായാലും ഒക്കെ തന്നെ സഖാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതാണ്. പൊതുവെ ആ നിലയ്ക്ക് റിട്ടയർ ചെയ്തു എങ്കിൽ തന്നെയും കേരളത്തിലെ ജീവനക്കാർക്ക്, അതുപോലെ തന്നെ പെൻഷൻകാർക്കുമൊക്കെ മുരളിയുടെ സേവനം, മുരളിയുടെ സൗഹാർദ്ദം, മുരളിയുടേതായിട്ടുള്ള സേവനം നമുക്ക് ലഭ്യമാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സാധാരണ ഞങ്ങൾ റിട്ടയർ ചെയ്യുന്ന ഫംഗ്ഷനുകളിൽ ഇപ്പോൾ EAN പറഞ്ഞതുപോലെ CG സെൻട്രൽ ഗവൺമെൻറ് പെൻഷനേഴ്സിനെ സംഘടനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ AIPRPയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറയേണ്ടത് ഞാൻ. പക്ഷേ അങ്ങനെ സ്വാഗതം ചെയ്യേണ്ടതായിട്ടുള്ള ഒന്നുമില്ല. ഇത് നമ്മുടെ സംഘടനയുടെ ഒരു തുടർച്ചയാണ്, NFPയുടെ ഒരു തുടർച്ചയാണ് AIPRP ആയാലും CGP ആയാലും. അപ്പോൾ അതുകൊണ്ട് അത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അതുകൊണ്ട് തന്നെയാണ് 70ഉം 80ഉം വയസ്സുകളായ നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ, മലപ്പുറത്തെ ചെലപ്പ മാഷ്, അതുപോലെ തന്നെ കുഞ്ചുവേട്ടൻ, അതുപോലെ തൃശ്ശൂരിൽ നിന്ന് സാറ്, നമ്മുടെ നാരായണത്തി സാറ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാനിതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.